Hello everyone. Welcome to Scholars Hub. സോ ഇന്ന് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ അടുത്ത് തന്നെ നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു പേപ്പറിൽ ഏതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയാസ്, അതായത് നമുക്ക് എക്സാമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏതൊക്കെ ഏരിയാസാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ എൻറ്റയർ യൂണിറ്റ് നമ്മളൊന്ന് ഓടിച്ചിട്ട് നോക്കും എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന്. ഓക്കെ, ഒരു ഡീറ്റെയിൽഡ് സമ്മറിയോ കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഏതെല്ലാം ഏരിയാസാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സെൻറ്റൻസ്, അതായത് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഷോർട്ട് ആൻസർ, ഒരു വേർഡിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലോ ഒക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ്, ആൻസറായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വരാറുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൽ 5 ക്വസ്റ്റ്യൻ എഴുതാൻ, അതല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 10 ക്വസ്റ്റ്യൻ എഴുതാൻ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഉണ്ടാവാറ്. സോ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ടാവാറുണ്ട്. സോ അതിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു വേർഡിലോ അല്ലെങ്കിൽ ഒരു ചെറിയ സെൻറ്റൻസിലൊക്കെ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സെൻറ്റൻസുകളിൽ ആൻസർ ചെയ്തേണ്ട 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരഗ്രാഫ് വൈസിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഒരു മിനിമം ഒരു പേജിലൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നാലാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻസ് തന്ന് അതിൽ 2 ക്വസ്റ്റ്യൻസിന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എസ്സേ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പോൾ ഇതാണ് സാധാരണ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ജാനേഴ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഗോത്തിക് നോവൽ, എപ്പിക് പോയട്രി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജാനറുകളും ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറും പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, അതിൻ്റെ ആൻസർ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് അത് ഓരോരോ ടൈപ്പ് തന്നിട്ട് അതെന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് മിക്കവാറും സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. രണ്ടാമത്തത് ക്യാരക്ടേഴ്സിനെ കുറിച്ച്. ഇപ്പോൾ നമുക്ക് ഒരുപാട് നോവൽസും, ഒരു നോവലുണ്ട് ഇതിൽ, അതുപോലെ തന്നെ 2 ഡ്രാമാസ് ഉണ്ട്, അതുപോലെ തന്നെ 1-2 എസ്സേസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്ക് ഹാംലെറ്റിലൊരു കഥാപാത്രത്തിനെ കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബെർണാഡ് ഷായുടെ ആ ഒരു നാടകത്തിലെ ചില കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അഡിസണിൻ്റെ എസ്സേയിലുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന നോവലിലെ ചില കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിനെക്കുറിച്ച് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസ് തന്നിട്ട്, ഇപ്പോൾ ഒരു നോവലിൽ ഒരു സിറ്റുവേഷൻ തരും, അതല്ലെങ്കിൽ ഒരു ഡ്രാമയിൽ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചില സമയത്ത് പെൻ നെയിമുകൾ ചോദിക്കാറുണ്ട്. പെൻ നെയിം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാളുടെ പെൻ നെയിം മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത്. നമുക്ക് എറിക് ആർതർ ബ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പെൻ നെയിമാണ് ആക്ച്വലി ജോർജ് ഓർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മൂവ്മെൻറ്റ്സ് വരാറുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ ചില മൂവ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചില ലിറ്ററേച്ചർ മൂവ്മെൻറ്റുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മൂവ്മെൻറ്റുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ ചില കവിതകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് അതിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരം ന്യൂ ഡ്രാമ, അതുപോലെ തന്നെ നമ്മൾ W.B. ഈറ്റ്സിനെ കുറിച്ച് ഇതുപോലൊരു മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏജസ്. ഇപ്പം നമ്മൾ ഒരുപാട് ഏജസ് ഇതിൽ പഠിച്ചിട്ടുണ്ട്. റൊമാൻറ്റിക് ഏജ്, അതുപോലെ തന്നെ വിക്ടോറിയൻ ഏജ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ
ഇത് മേജറായിട്ട് ഇത്തരത്തിലാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേര് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത് ചോദിച്ചിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നൈം, അതായത് ഇപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേര് ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്, അങ്ങനെയൊക്കെ ഒരുപക്ഷെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ യൂണിറ്റിലും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ ബ്ലോക്ക് 1 ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും സെൻറ്റൻസ് അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാൻ ചാൻസസ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു ഒറിജിൻ ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് ഓറൽ ട്രഡീഷൻ, റിട്ടൺ എന്താ, അതുപോലെ തന്നെ ഓറൽ ട്രഡീഷൻ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ വിഷ്വൽ ലിറ്ററേച്ചർ എന്താണ്, റിട്ടൺ ലിറ്ററേച്ചർ എന്താണ്, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് പ്രോസ്, എന്താണ് പോയട്രി, ഈ പ്രോസും പോയട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വന്നേക്കാം. പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഫിക്ഷൻ എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് ഫിക്ഷൻ, ഫിക്ഷൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോയട്രിയിലുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് പോയട്രി ഉണ്ട്. എന്താണ് നെഗറ്റീവ് പോയട്രി, ലിറിക് പോയട്രി എന്താണ്, ഡ്രമാറ്റിക് പോയട്രി എന്താണെന്നൊക്കെ ചോദിക്കാം. ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പോയട്രീസ് വരുന്നുണ്ട്. എപ്പിക്, ബാലഡ്, അതുപോലെ തന്നെ ഐഡിയൽ, മീട്രിക്കൽ റൊമാൻസ്, ലിറിക്, സോങ്, സോണറ്റ്, ഓഡ്, എലിജി, ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് മിക്കവാറും സെൻറ്റൻസ് വൈസ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡ്രാമാസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കോമഡി എന്താണ്, ട്രാജഡി എന്താണെന്ന് ചോദിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ്. സോ യൂണിറ്റ് 1 ഇത്രയും ഏരിയാസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നമുക്കൊരു ഇന്ന ഏരിയ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് സാധാരണ. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനിൽ ഏത് വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാം നിങ്ങൾ പഠിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ അവസാനത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 1 വരുന്നത്. നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ് 2 എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. യൂണിറ്റ് 2 നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ലിറ്ററേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. മാരിയോ കെല്ലറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും എന്താണ് കൂടുതൽ നമ്മൾ പറയുന്നത്, ഇതിൻ്റെ ഒറിജിനും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ജേനേഴ്സായിട്ട് ഇതിലും എപ്പിക് എന്താണ്, ഡ്രാമ എന്താണ്, പോയട്രി എന്താണെന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എപ്പിക് പോയട്രി എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ എന്താണ് പ്രൈമറി സോഴ്സ് എന്ന് ചോദിക്കാം, എന്താണ് സെക്കൻഡറി സോഴ്സ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫെച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ഉണ്ട്. അതെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതിനൊക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഷോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ അവസാനത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഹിസ്റ്ററി, എവല്യൂഷൻ, ജേനേഴ്സ് ആണ്, റീക്യാപ്പ് ആൻഡ് ടേക്ക് അവേ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ മിസ്സാക്കരുത്. അതിൽ വരുന്ന എല്ലാ ജേനേഴ്സും നിങ്ങൾ പഠിക്കുക. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും രണ്ടാമത്തെ യൂണിറ്റിൽ നിങ്ങൾ അതായത് സോഴ്സ് ഓഫ് ലിറ്ററേച്ചർ, അതായത് ഇതിൽ കണ്ടില്ല നിങ്ങൾ പർപ്പസ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്. പ്രൈമറി പർപ്പസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഫോംസ് ഓഫ് ലിറ്ററേച്ചർ, ജാനേഴ്സ് വരുന്നുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നതും സെക്കൻഡറി സോഴ്സസ് ഏതൊക്കെയാണെന്നും. ലിറ്ററേച്ചറിൻ്റെ പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ. മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് നോക്കാം. മൂന്നാമത്തെ യൂണിറ്റ് എപ്പോഴും കുറച്ചും കൂടിയൊക്കെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, ലിറ്ററേച്ചറും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ഇൻ ലിറ്ററേച്ചർ, വാട്ട് ഈസ് ദ സൊസൈറ്റീസ് ഇൻഫ്ലുവൻസ് ഇൻ ലിറ്ററേച്ചർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. സമൂഹത്തിന് ലിറ്ററേച്ചറിൻ്റെ മേലെയുള്ള ഇൻഫ്ലുവൻസ് എന്താണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ.
അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റുകൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് റവല്യൂഷൻ എന്താണെന്ന് ചിലപ്പോൾ അതത്ര ഡീപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിന് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം അത് എന്താണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ലിറ്ററേച്ചർ സൊസൈറ്റിയിൽ ചെയ്യുന്നത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ലിറ്ററേച്ചർ മെയ്ഡ് ഇൻ ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് 3ഉം 4ഉം യൂണിറ്റുകൾ, ബ്ലോക്ക് 1 3ഉം 4ഉം യൂണിറ്റുകൾ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഏജസ് ഓഫ് ലിറ്ററേച്ചറാണ്. ഏജസ് അറിയാലോ നിങ്ങൾക്ക്, അതായത് ലിറ്ററേച്ചറിൻ്റെ കാലഘട്ടം, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങിയത് മുതൽ ഈ ഒരു കാലഘട്ടം ഇന്ന് എഴുതപ്പെടുന്ന ലിറ്ററേച്ചർ വരെയുള്ള ആ കാലഘട്ടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സമയത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു 3ഉം 4ഉം കാലഘട്ടങ്ങളായിട്ട് 3ഉം 4ഉം യൂണിറ്റുകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം. എന്താണ് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വരാം, ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരാം. ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ക്വസ്റ്റ്യനായിട്ട് വരാം. ചിലപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് പീരിയഡിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം. അതല്ലെങ്കിൽ രണ്ടും പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ചെറിയ ചെറിയ കമ്പോണൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും, മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമയെക്കുറിച്ച് നിങ്ങളൊരു പാരഗ്രാഫ് എഴുതാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ എന്താണെന്ന് നമുക്കറിയണം, അതല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് പോയട്രി എന്താണെന്ന് നമുക്കറിയാം. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും മെറ്റീരിയലിൻ്റെ ബാക്കിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. ചിലപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് കാലഘട്ടം എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് പോയട്രി എന്താണ്, അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള കുറച്ചും കൂടി പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന്. ഓക്കെ, ആ 2 ഏരിയയാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ റിനസൈൻസ് ആണ്. എന്താണ് റിനസൈൻസ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻസിനും ഇതിന് ചാൻസ് ഉണ്ട് കേട്ടോ, എന്താണ് റിനസൈൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിനസൈൻസ് നിങ്ങളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. വാട്ട് ഈസ് ദ ഗോൾഡൻ പീരിയഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എറ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അത് എലിസബത്തൻ ലിറ്ററേച്ചറാണ്. അപ്പോൾ ഈ ഒരു എലിസബത്തൻ ഏരിയയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അതും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തൊരു ഏരിയ ആയിട്ട് വരുന്നത് നിയോ ക്ലാസിക്കൽ പീരീഡാണ്. നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്തൊക്കെയാണ് നിയോ ക്ലാസിക്കൽ ഏജിൻ്റെ പ്രത്യേകത എന്ന്. കുറച്ചും കൂടി ഫോർമലായിട്ടുള്ള റൈറ്റിങ്സ് വരുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് എഴുതിയ ഒരു കാലഘട്ടമാണ് നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ. ഡ്രൈഡൻ്റെയും പോപ്പിൻ്റെയും അലക്സാണ്ടർ പോപ്പിൻ്റെയൊക്കെ കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രോമിനൻ്റ് റീസ്റ്റോറേഷൻ റീസ്റ്റോറേഷൻ പീരീഡിൽ ആരൊക്കെയായിരുന്നു? മിൽട്ടൺ ഉണ്ടായിരുന്നു, ഡ്രൈഡൻ ഉണ്ടായിരുന്നു, സാമുവൽ ബട്ട്ലർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷ് റീസ്റ്റോറേഷൻ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കും. വാട്ട് ഈസ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം നമുക്ക് ഒരു ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ അടുത്ത് നിന്ന് ചാൾസ് ഭരണം തിരിച്ചു പിടിച്ച ആ ഒരു കാലഘട്ടത്തിനെയാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. റിഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടെക്നിക്കുണ്ട്, ഒരു ടേമുണ്ട്. റിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്ക ചർച്ചിൽ നിന്നും ഇംഗ്ലീഷ് ചർച്ച് ഡിറൈവ് ചെയ്ത് വന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായി, അതിനെയാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. റിനസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റാണ്. അതൊരു പെയിൻറ്റിങ്ങിലുണ്ട്, അത് ലിറ്ററേച്ചറിലുണ്ട്, ആർട്ടിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ക്യാപ്പബിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതുപോലെ തന്നെ ക്ലാസിക്കൽ ലിറ്ററേച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമാണ് റിനസൈൻസ് എന്ന് പറയുന്നത്.
അതായത് മനുഷ്യൻ്റെ ആക്ഷന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഇൻ്റലക്ച്വലിനും ലോജിക്കിനും ഒക്കെ പ്രാധാന്യം കൊടുത്തു, റാദർ ദാൻ റിലീജിയൻ, മതത്തിനല്ലാതെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഏരിയാസും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് നോവൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെറ്റീരിയലിൻ്റെ അവസാനത്തിലുള്ള ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് പഠിക്കാൻ എളുപ്പം. ഓക്കെ, സോ റൊമാൻറ്റിക് ഏജിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൊമാൻറ്റിക് ഏജ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് റൊമാൻറ്റിക് ഏജ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിക് ഏജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൊമാൻറ്റിക് ഏജ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മോഡേണിസവും എന്താണ് മോഡേണിസം, അതുപോലെ തന്നെ മോഡേണിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ്. എന്താണ് മോഡേണിസം, അതുപോലെ തന്നെ മോഡേൺ നോവലിസ്റ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ബ്ലോക്കായിട്ട് വരുന്ന ബ്ലോക്ക് 2 തൊട്ടിട്ട് നമുക്ക് ലിറ്ററേച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് യൂണിറ്റാണ് കാൻറ്റർബറി ടെയിൽസിൻ്റെ ഒരു പ്രൊലോഗ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഏരിയാസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോസർ ആയതുകൊണ്ട് തന്നെ ചോസർ നമ്മുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങിയ കാലഘട്ടത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് കാൻറ്റർബറി ടെയിൽസ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ അത് ഷോർട്ട് ക്വസ്റ്റ്യൻസിനാവാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻ ആവാം, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആവാം, എവിടുന്ന് വേണമെങ്കിലും ഇതിന് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ചോസറിൻ്റെ ബയോഗ്രഫി പഠിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദ പോയം ഓപ്പൺ പ്രൈസിങ് ഏത് മന്തിനെ പ്രൈസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്, എവിടുന്നാണ് അവർ യാത്ര തുടങ്ങിയത്, എവിടെയാണ് അവർ എത്തിച്ചേർന്നത്, ടബാഡിൻ എന്താണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എഴുതേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് ചോസർ ഏത് കാലഘട്ടത്തിൽ ഇറങ്ങി, എത്ര യാത്രക്കാരുണ്ടായിരുന്നു, അവരെവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്, ടബാഡിൻ എന്താണ്, അവിടുത്തെ ഹോസ്റ്റ് ആരായിരുന്നു, അവരെന്താണ് അവിടുന്ന് ചെയ്തത്, അവരെങ്ങോട്ടാണ് പോകുന്നത്, മനസ്സിലായല്ലേ, തോമസ് ബക്കറ്റിൻ്റെ ഷ്രൈൻ കാണാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഇതിൻ്റെ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. ഇതിൽ നിന്നും മസ്റ്റായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ എസ്സേ ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ വരാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഇതിലൊരു പോയട്രി പഠിക്കാനുള്ളത് എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞിട്ടുള്ള എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഒരു പോയട്രിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു എലിസബത്തിൻ പീരീഡിലെ ഒരു പ്രധാനപ്പെട്ട പോയറ്റാണ് സ്പെൻസർ. അതുകൊണ്ട് തന്നെ ഇതിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആക്ച്വലി എലിസബത്തൻ പീരീഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കി വെക്കുക. അതുപോലെ ഈ ഒരു പോയറ്റ് എന്താണ് എപ്പിത്തലാമിയൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അതായത് വാട്ട് ഈസ് എപ്പിത്തലാമിയൻ, മാരേജ് സോങ് ആണ് എപ്പിത്തലാമിയൻ. അപ്പോൾ എന്താണ് എപ്പിത്തലാമിയൻ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇതിലൊരുപാട് മ്യൂസസിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണ് എപ്പിത്തലാമിയൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അതിൽ നിന്നൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. വാട്ട് ഈസ് എപ്പിത്തലാമിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 2 ആൻസർ, അതായത് 2 സെൻറ്റൻസിൽ എഴുതാനുള്ള ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് ഇത് ചോദിക്കും. എപ്പിത്തലാമിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക എന്താണ് എപ്പിത്തലാമിയൻ എന്നുള്ളത്. അല്ലെങ്കിൽ സ്പെൻസറിൻ്റെ മാരേജിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതാനുണ്ടാവും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഹാംലെറ്റ്. ബിക്കോസ് ഇറ്റ് വാസ് റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ.
ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആവാം, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആവാം, ഈവൻ എസ് എ ക്വസ്റ്റ്യൻ ആവാം. അപ്പോൾ ഇതിൽ നിന്ന് വരാനുള്ള ഒരു സോളിലോക്കാണ്. അപ്പോൾ എന്താണ് സോളിലോക്ക് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം, വാട്ട് ഈസ് മീൻ ബൈ ടു ബി ഓർ നോട്ട് ടു ബി. അപ്പോൾ അത് എന്താണ് ഹാംലെറ്റിൻ്റെ സോളിലോക്കാണ്. അതിൽ പറയുന്നത് ഒരു പ്രൊക്കാസ്റ്റിനേഷനെ കുറിച്ചാണ് എന്നത്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. എന്താണ് ടു ബി ഓർ നോട്ട് ടു ബി, എന്താണ് ഹാംലെറ്റിൻ്റെ സോളിലോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ സോളിലോക്ക് എന്നുള്ള രീതിയിൽ എന്താണ് സോളിലോക്ക്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽഡ് ഒരു പ്ലോട്ട് സമ്മറി നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം കേട്ടോ. അതായത് ക്യാരക്ടർ വൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. വാട്ട് ഈസ് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഹാംലെറ്റ് ആസ് എ ക്യാരക്ടർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്താണ് ഹാംലെറ്റിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹാംലെറ്റിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നുള്ളത് എന്ന് നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ അതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആക്ട് 3 സീൻ 1 ആണ്. അപ്പോൾ അതിൽ ആരൊക്കെയാണ് ഉള്ളത്? ഒഫീലിയ വരുന്നുണ്ട്, ക്ലോഡിയസ് വരുന്നുണ്ട്, ജെർട്യൂഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്തൊക്കെയാണ് ഈ ക്യാരക്ടേഴ്സ് എന്നുള്ളത്. ഈ ഒരു നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏരിയയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ ഉൾപ്പെട്ട ക്യാരക്ടേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹാംലെറ്റ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു ഏരിയ ആണ്. ഹാംലെറ്റ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഹാംലെറ്റും അതുപോലെ തന്നെ കാൻറ്റർബറി ടെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നിന്ന് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ എസ് എ ക്വസ്റ്റ്യനോ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബ്ലോക്ക് 5 നമുക്കൊരു പീരിയോഡിക്കൽ എസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സർ റോജർ അറ്റ് ദ എക്സസൈസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പീരിയോഡിക്കൽ എസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാരക്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അതായത് റോജറിൻ്റെ ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടറായിരുന്നു ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുപോലെ തന്നെ ഇതിലൊരു ടോം ടൂഷി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമുണ്ട്, അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചേക്കാം. അതല്ലെങ്കിൽ അതിലൊരു സിറ്റുവേഷൻ തന്നിട്ട് ഇവരെങ്ങോട്ടായിരുന്നു പോയിരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പോയിരുന്നത്, എന്താണ് അസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊരു ഏരിയ വേണമെങ്കിൽ പഠിക്കാം. അതായത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫുൾ യൂണിറ്റിൽ നിന്ന് 1-2 യൂണിറ്റുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അത് ലിറ്ററേച്ചർ പാർട്ടിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് തുടക്കത്തിൽ നിന്ന് ഒന്നും അവസാനത്തിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ സെൻട്രലിൽ നിന്ന്, അത് നിങ്ങളുടെ പ്രിഫറൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ആൻസർ എഴുതാൻ പറ്റും. ബാക്കിയുള്ളത് നിങ്ങൾ നന്നായിട്ട് തറവായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാ യൂണിറ്റിൻ്റെ അവസാനത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസും ചെറിയ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാരക്ടർ വൈസ് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യങ്ങൾ കൂടി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഗസ്റ്റൻ ഏജിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ സ്പെക്ടേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ വരുന്നുണ്ട്, റിച്ചാർഡ് സ്റ്റീലും ജോസഫ് അഡിസണും കൂടി എഴുതിയ. അപ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ പറ്റും, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരൊക്കെയാണ് പീരിയോഡിക്കൽ എസ്സേ ഡെവലപ്പ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അത് ജോസഫ് അഡിസണും റിച്ചാർഡ് സ്റ്റീലുമാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനും കൂടി ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ആകെ ഒരൊറ്റ നോവലേ പഠിക്കാനുള്ളൂ. അത് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മേരി ഷെല്ലിയുടെ നോവലാണ്. സോ അതുകൊണ്ട് തന്നെ ഒരൊറ്റ നോവലായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആവാം, എസ് എ ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച്, ചിലപ്പോൾ ഫ്രാങ്കൻസ്റ്റൈനെ കുറിച്ചായിരിക്കാം, ചിലപ്പോൾ മോൺസ്റ്ററിനെ കുറിച്ചായിരിക്കാം, നിങ്ങൾക്കൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചിലപ്പോൾ ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇൻ കേസ് നിങ്ങൾക്കൊരു ക്യാരക്ടറിനെ കുറിച്ച് എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ക്യാരക്ടർ
സ്പെഷ്യാലിറ്റി ഓഫ് ഇന്ന ക്യാരക്ടർ ഇന്ന എന്താണ് നോവലിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ഒരു ഡ്രാമയിൽ നിന്നുള്ള ഈ ക്യാരക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ എഴുതി വെച്ചിട്ട് കാണാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ക്യാരക്ടേഴ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പ്രധാനമായിട്ടും ഫ്രാങ്കൻസ്റ്റൈൻ അതുപോലെ തന്നെ മോൺസ്റ്റർ, ഈ 2 ക്യാരക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുക. ചിലപ്പോൾ ചില സിറ്റുവേഷൻ ചോദിക്കും, എങ്ങനെയാണ് മോൺസ്റ്റർ മരിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിങ് എങ്ങനെയായിരുന്നു, എന്തിനാണ് മോൺസ്റ്റർ ബാക്കിയുള്ളവരെ ആളുകളെ കൊന്നത്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സിറ്റുവേഷൻസ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മേരി ഷെല്ലിയുടെ ബർത്ത്. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഗോത്തിക് നോവൽ എന്താണെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഗോത്തിക് നോവൽ? അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കണം, എന്താണ് ഗോത്തിക് നോവൽ എന്നുള്ളത്. അതുപോലെ തന്നെ എപ്പിസ്റ്റലറി നോവൽ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഫ്രെയിം നെറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇതിൽ വരുന്നുണ്ട്. എന്താണ് ഫ്രെയിം നെറേറ്റീവ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യന് ആൻസറൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് എന്തായാലും മസ്റ്റായിട്ടും പഠിക്കണം. ദ മോഡേൺ പ്രൊമീത്തിയസ്, അതായത് നമ്മുടെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൻ്റെ മറ്റൊരു പേരാണ് മോഡേൺ പ്രൊമീത്തിയസ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് നെയിം ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ, വാട്ട് ഈസ് എ ഡിഫറെൻറ്റ് നെയിം, അതായത് മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മോഡേൺ പ്രൊമീത്തിയസ് എന്നാണെന്ന് നിങ്ങൾ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. കാരണം നിങ്ങൾക്ക് ഒരേ ഒരു നോവലേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലോക്ക് 5 നമുക്ക് ഡോവർ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയട്രിയാണ് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയട്രിയാണ്. ഡോവർ ബീച്ച് എന്ന് പറയുന്ന സമയത്ത് ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിലൊക്കെ എഴുതിയ പോയട്രിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഫെയ്ത്ത് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് മെറ്റഫോറിക്കലൊക്കെ ആയിട്ട് എഴുതിയ ഒരു പോയട്രിയാണ് ഡോവർ ബീച്ച്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വരാനുള്ള കാര്യം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഡ്രമാറ്റിക് മോണലോഗ്, വാട്ട് ഈസ് ഡ്രമാറ്റിക് മോണലോഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഡ്രമാറ്റിക് മോണലോഗ്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ആ ഒരു കാറ്റഗറി എന്താണെന്നുള്ളത്. കാരണം ഡ്രമാറ്റിക് മോണലോഗായിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ എന്താണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഇതിൻ്റെ ടോൺ ഓഫ് ഈ ഒരു വാട്ട് ഈസ് ദ ടോൺ ഓഫ് ഡോവർ ബീച്ച് എന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഒരു മെലൻകോളിക് ടോണാണ്, ഒരു സാഡ്നെസ് ഒക്കെ ഉള്ളൊരു ടോണാണ് ആക്ച്വലി ഈ ഒരു പോയത്തിന് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇതിൽ ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് വേവിനൊക്കെ പോലെയുള്ള. വാട്ട് ആർ ദ മെറ്റഫേഴ്സ് യൂസ്ഡ് ഇൻ ഡോവർ ബീച്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? ദ സീ റെപ്രസെൻറ്റ്സ് ഫെയ്ത്ത് വിച്ച് ഈസ് സ്ലോലി ഡിസപ്പിയറിങ് ലൈക്ക് ദ വിത്ഡ്രോയിങ് ടൈഡ്. അപ്പോൾ അങ്ങനെ ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം മെറ്റഫേഴ്സാണ് ഈ ഒരു കവിതയിൽ വന്നിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡോവർ ബീച്ചിൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആയിട്ട് വരുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിത തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് മെറ്റീരിയലിൻ്റെ അവസാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു എസ്സേ ക്വസ്റ്റ്യനും കൂടി ഡോവർ ബീച്ചിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വാട്ട് ആർ ദ മെറ്റഫർ യൂസ്ഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമേജറി യൂസ്ഡ് ഇൻ ഡോവർ ബീച്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എസ്സേ ക്വസ്റ്റ്യനും കൂടി ഇതിൽ നിന്ന് വരാൻ ചാൻസസ് ഉണ്ട്. സോ ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നിങ്ങളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ആംസ് ആൻഡ് ദ മെൻ, യൂണിറ്റ് 1 ബ്ലോക്ക് 6. കാരണം നിങ്ങൾക്ക് 2 ഡ്രാമാസാണ് പഠിക്കാനുള്ളത്, ഒന്ന് ഹാംലെറ്റും അതുപോലെ തന്നെ ആംസ് ആൻഡ് ദ മെൻ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങൾക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും എസ്സേ ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ന്യൂ ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. സോ എന്താണ് ന്യൂ ഡ്രാമ? ഇവിടെയുണ്ട് വാട്ട് ഈസ് ന്യൂ ഡ്രാമ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെർബോ ബൾഗേറിയൻ വാറാണ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട ഏരിയാസാണ്. ഇതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് പെറ്റ്കോഫ് ഫാമിലിയിൽ നിന്ന്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപ്റ്റൻ ബ്ലൻഷ്ലി, അതുപോലെ തന്നെ കാതറിൻ പെറ്റ്കോഫ്, അതുപോലെ തന്നെ ഒരു സെർവൻറ്റ് ഗേൾ ഉണ്ട്. സെർവൻറ്റ് ഗേളിൻ്റെ പേര് ലൗക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെർവൻറ്റ് ഗേൾ ഉണ്ട്. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതിന് എസ് എ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലും കൂടി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിലുള്ള വിമൻ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊരു എസ് എ ക്വസ്റ്റ്യൻ വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാറും ആ ഒരു വിക്ടോറിയൻ കാലഘട്ടവും, വിക്ടോറിയൻ അല്ല മോഡേൺ കാലഘട്ടവും, ഈ ഒരു ബെർണാഡ് ഷായുടെ മൈൻഡിൽ വാറിനുള്ള സ്ഥാനം എന്താണെന്നുള്ള തരത്തിലൊക്കെയുള്ള എസ് എ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യനുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ, സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ എഴുതി ആ ഒരു റൈറ്ററിനെ കുറിച്ചും ആ ഒരു ഏജിനെ കുറിച്ചൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താണോ ആ ഒരു ഏരിയനെ കുറിച്ച് അറിയുന്ന ആ സമ്മറി എഴുതി വെച്ച് ഒരു കൺക്ലൂഷൻ പാർട്ടും കൂടി എഴുതുക. നിങ്ങൾ ഒരിക്കലും ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിച്ച് അത് അറ്റംപ്റ്റ് ചെയ്യാതെ ഇരിക്കരുത്. മസ്റ്റായിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് എന്തായാലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് നിങ്ങളൊന്ന് റെഡിമെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ലാതെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. അത് നിങ്ങളെ എക്സാം പേപ്പർ നോക്കുന്ന ആൾക്കും നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനും നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് തരാനും വേണ്ടിയിട്ട് സഹായകരമാവും. ഒരിക്കലും ഒരു എക്സാമിനറും നിങ്ങളുടെ മുഴുവൻ ആൻസർ വായിച്ച് നോക്കില്ല. അവർ നിങ്ങളുടെ ഫസ്റ്റ് പാർട്ടും അല്ലെങ്കിൽ സെൻറ്ററിലെ ഒരു പാർട്ടൊക്കെ ആയിരിക്കും വായിച്ച് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ അതെപ്പോഴും നിങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് തരും. സോ റെഡിമെയ്ഡായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ച് വെച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഹാംലെറ്റും ഈ ഒരു ഡ്രാമയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒരു എസ് എയും അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ന്യൂ ഡ്രാമ എന്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെക്കുക. ബ്ലോക്ക് 6 നിങ്ങൾക്ക് വീണ്ടും ഒരു കവിത കൂടി പഠിക്കാനുണ്ട്. ഈസ്റ്റർ 1960 എന്ന് പറഞ്ഞിട്ടുള്ള WB Yeatsൻ്റെ ഒരു കവിത. അപ്പോൾ ഈ കവിതയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ WB Yeatsൻ്റെ ബയോഗ്രഫി, അതുപോലെ തന്നെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരന് 1923. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽറ്റിക് റിവൈവൽ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് സെൽറ്റിക് റിവൈവൽ അല്ലെങ്കിൽ കെൽറ്റിക് റിവൈവൽ എന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് കെൽറ്റിക് റിവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക എന്താണ് കെൽറ്റിക് റിവൈവൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇമേജിസം, ഫ്രാഗ്മെൻറ്റേഷൻ, ഇൻട്രസ്റ്റെക്ച്വാലിറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈ ഒരു ഈസ്റ്റർ 1960 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. മോഡേൺ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു പോയത്തിലും ആക്ച്വലി വാറ് അല്ലെങ്കിൽ വിപ്ലവം ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ടെറിബിൾ ബ്യൂട്ടി? ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അതെന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ലിറ്റററി ഡിവൈസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓക്സിമോറോൺ, എന്താണ് അലിട്രേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പോയട്രിയിൽ പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
എന്താണ് എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഒരു എൻ്റയർ പോയിന്റ് നമ്മൾ വായിച്ചതാണ്. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു സമ്മറിയും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ ഈ ഒരു ഏരിയ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇതും ഡോബർ ബീച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിംസാണ്. അതുപോലെ തന്നെ സ്പെൻസറിൻ്റെ എപ്പിത്തലാമിനും ഇമ്പോർട്ടൻ്റ് ആണ്, കാൻറ്റർബറി ട്രെയിൽസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 4 പോയത്തിൽ നിന്നും ഇതിലേതെങ്കിലും ഒരു പോയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഈസ്റ്റർ 1916 അതല്ലെങ്കിൽ ഡോവർ ബീച്ചോ, അതിൽ നിന്ന് ഒരു പോയം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് ഏത് വേണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എന്തായാലും നിങ്ങളതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഏതാണോ അതിലൊരു പോയം വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് 4 പോയംസാണ് വരുന്നത്. കാൻറ്റർബറി ടെയിൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എപ്പിത്തലാമിയം വരുന്നുണ്ട്, ഡോവർ ബീച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റർ 1916 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പോയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്കിപ്പ് ചെയ്യാം. അതൊരു ഓപ്ഷനാണ്. അതല്ല നിങ്ങൾക്ക് എല്ലാം നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ടും മെറ്റീരിയലിൻ്റെ അവസാനത്തിലുള്ള ഷോർട്ട് ആൻസേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം. അത് നിങ്ങൾ 2 or 3 തവണ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചറിലെ അവസാനത്തെ ഒരു പഠിക്കാനുള്ള ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ടുള്ള ജോർജ് ഓർവെലിൻ്റെ ഒരു പീരിയോഡിക്കൽ എസ്സേ ആണ്. ഒരു എസ്സേ ആണിത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്കവാറും നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തന്നിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരു തവണ എറിക് ആർതർ ബ്ലെയറിൻ്റെ പെൻ നെയിം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജോർജ് ഓർവെൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എറിക് ആർതർ ബ്ലെയർ എന്നാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ മോഡേൺ പീരിയഡിൽ ആണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എവിടെ വെച്ചാണ് ഈ ഒരു കഥ നടന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ബർമയിലുള്ള ഒരു ജയിലിൽ വെച്ചിട്ടാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ എൻ്റയർ ഹാങ്ങിങ് എന്ന് പറയുന്ന എസ്സേയിലുള്ള സിറ്റുവേഷൻസ് എന്താണ്, ആരെയാണ് തൂക്കിക്കൊല്ലുന്നത്, എന്തിനാണ് തൂക്കിക്കൊല്ലുന്നത്, ആ തൂക്കിക്കൊല്ലുമ്പോഴുള്ള സിറ്റുവേഷൻസ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും കൂടി നിങ്ങളിതൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തീം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൊളോണിയൽ ഇൻവേഷനൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനും കൂടി ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് സാധാരണ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരാറുള്ളത്. നമുക്ക് ഓൾറെഡി മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യവും ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും വരിക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടില്ല നിങ്ങൾ സെക്ഷൻ ബി, സെക്ഷൻ എയും ബിയും നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെക്ഷൻ സി, അതായത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ ആലൂഷൻ ഇൻ അബ്സലം ആൻഡ് അക്വിറ്റപ്പൽ, ഇത് കഴിഞ്ഞ സിലബസിലുള്ളതാണ്. ശരിക്കും അബ്സലം ആൻഡ് അക്വിറ്റപ്പൽ എന്നുള്ളതിൻ്റെ പകരം ചിലപ്പോൾ നിങ്ങൾക്ക് ഡോവർ ബീച്ച് എന്ന് വന്നേക്കാം. എക്സ്പ്ലെയിൻ ദ മെറ്റഫേഴ്സ് ഇൻ ഡോവർ ബീച്ച് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഹൗ വാസ് ഫ്രാങ്കൻസ്റ്റൈൻ കിൽഡ്, കണ്ടില്ലേ, അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാമിലി കണ്ടീഷൻ ഓഫ് ഇൻ ആംസ് ആൻഡ് മെൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ടബാഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല, ടബാഡിനെ കുറിച്ച്. അതുപോലെ ഒരു പക്ഷേ നിങ്ങൾക്ക് അസൈസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. നമ്മുടെ അഡിസൻ്റെ ഇതിലെ അസൈസ് എന്താണ്, അവരുടെ ആ ജേണിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഇൻ റൈന പെറ്റ്കോഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആംസ് ആൻഡ് മെന്നിലെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക്
അതിൽ ആ ഒരു സെർവൻറ്റ് ഗേൾ ഉണ്ടല്ലോ, ലൗക്ക എന്ന് പറഞ്ഞിട്ടുള്ള, അവളെക്കുറിച്ച് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലാൻഷ്ലിയെ കുറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാംലെറ്റിനെ കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ്ങിലുള്ള ആ ഒരു തടവുകാരനെ കുറിച്ച് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്രാങ്കിൻസ്റ്റൈനെ കുറിച്ച് ചോദിക്കാം, മോൺസ്റ്ററിനെ കുറിച്ച് ചോദിക്കാം, ഒഫീലിയെ കുറിച്ച് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദാദായിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം, അത് ദാദായിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേണിസത്തിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റാണ്. അപ്പോൾ ഇത്തരം കൺസെപ്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ്. എന്താണ് സറിയലിസം എന്ന് ചോദിക്കാം. അത്തരത്തിലുള്ള എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടിയും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ദ ക്ലൈമാക്സ് ഓഫ് ഹാംലെറ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ക്ലൈമാക്സ് ഓഫ് എന്താണ് ആംസ് ആൻഡ് ദ മെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഫ്രാങ്കിൻസ്റ്റൈൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഫ്രാങ്കിൻസ്റ്റൈൻ എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ ഫ്രാങ്കിൻസ്റ്റൈൻ ആദ്യമായിട്ട് എങ്ങനെയൊക്കെയാണ് ചേസ് ചെയ്തത് ആ മോൺസ്റ്റർ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണ്, അതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നിയോ ക്ലാസിക്കൽ ഡ്രാമ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് മോഡേൺ ഡ്രാമനെ കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ മിഡിൽ ഇംഗ്ലീഷ് ഡ്രാമനെ കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ എലിസബത്തിൻ ഡ്രാമനെ കുറിച്ച് ചോദിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ഈസ്റ്റർ 1916 ബൈ W. ഈറ്റ്സ്. അപ്പോൾ ഈസ്റ്റർ 1916ൻ്റെ കൺക്ലൂഷനാണ് ചോദിച്ചത്, എങ്ങനെയാണ് അത് എൻഡ് ആയതെന്ന്. ഈ വാർ അത്യാവശ്യമാണോ, അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവം വേണ്ടിയിരുന്നോ, നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ പോരായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യനോട് കൂടിയാണ് ഈസ്റ്റർ 1916 അവസാനിപ്പിക്കുന്നത്. അതുപോലെ ഒരു പക്ഷേ ഡോവർ ബീച്ചിൻ്റെ അവസാനം എന്താണെന്ന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ നമ്മുടെ എപ്പിത്തലാമിയൻ എന്തിനുള്ള പോയമാണ് എന്ന് ചോദിച്ചേക്കാം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ കൺവെൻഷൻസ് ഓഫ് ലിറ്ററേച്ചർ. അത് സോഷ്യൽ കൺവെൻഷൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആ ഒരു ഏരിയ എന്നാണ്. ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് വാട്ട് ആർ ദ ഹൗ സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ ഈസ് കണക്റ്റഡ് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. എങ്ങനെയാണ് സൊസൈറ്റിയും ലിറ്ററേച്ചറും കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. മൂവ്മെൻറ്റ് പോയട്രി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കെൽറ്റിക് റിവൈവൽ എന്താണെന്ന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ന്യൂ ഡ്രാമ എന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കമൻറ്റ് ദ നെറേറ്റീവ് സ്റ്റൈൽ ഓഫ് എവലിൻ. അത് കഴിഞ്ഞ സിലബസിൽ വന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കമൻറ്റ് ദ നെറേറ്റീവ് സ്റ്റൈൽ ഓഫ് ഫ്രാങ്കിൻസ്റ്റൈൻ എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഫ്രാങ്കിൻസ്റ്റൈൻ്റെ നെറേറ്റീവ് സ്റ്റൈൽ എന്തൊക്കെയാണ്? അത് എപ്പിസ്റ്റലറിയാണ്, അതുപോലെ തന്നെ അതൊരു ഗോത്തിക് നോവലും കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് നെറേറ്റീവ് സ്റ്റൈൽ ഉണ്ട് അത് രണ്ടും നിങ്ങൾ എഴുതണം. ഹൗ ഡസ് ദ നെറേറ്റർ ഡിസ്ക്രൈബ് ദ പ്രിസണർ ഹൂ ഈസ് അബൌട്ട് ടു ബി ഹാങ്ഡ്. അതായത് ഹാങ് ചെയ്യാൻ കൊണ്ടുപോകുന്ന പ്രിസണറുടെ ആ ഒരു കണ്ടീഷനാണ് ഇതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു ജേണിയുണ്ട് നമ്മുടെ അഡിസൻ്റെ ആ ഒരു എസ്സേയിലെ റോജറും ബാക്കിയുള്ള അവൻ്റെ കമ്പാനിയൻസും പോയിട്ടുള്ള ആ ഒരു ജേണീനെ കുറിച്ച് ചോദിക്കാം. അതല്ലെങ്കിൽ കാൻറ്റർബറി ടൈലിൽ ആ ഒരു നെറേറ്റർ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ ആ ഒരു ജേണിനെ കുറിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. റിനൈസൻസിൻ്റെ ഇൻഫ്ലുവൻസസ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൻ്റെ ഇൻഫ്ലുവൻസ് ചോദിച്ചേക്കാം. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ റൊമാൻറ്റിക് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മോഡേണിസം എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. എവലിൻ റെപ്രസെൻറ്റ് ദ പ്ലേറ്റ് ഓഫ് വുമൺ ഇൻ ദ സൊസൈറ്റി അറ്റ് ദ ടൈം. ഡിസ്കസ്. എവലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഴിഞ്ഞ സിലബസിലുള്ള ക്വസ്റ്റ്യൻ ആണത്. പക്ഷേ ഈ സിലബസ് ആവുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി വരുന്നത് ഫ്രാങ്കിൻസ്റ്റൈൻ ആണ്. അപ്പോൾ ഫ്രാങ്കിൻസ്റ്റൈനിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്തിനാണ് മോൺസ്റ്റർ ഇങ്ങനെയൊക്കെ ചെയ്തത്, ആരാണ് ഇതിലെ കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്കസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് എക്സാക്ട്ലി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളതിൻ്റെ സമ്മറി ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആംസ് ആൻഡ് മെൻ എന്ന് പറയുന്ന ആ ഒരു ഡ്രാമയിൽ വുമണിൻ്റെ സ്വാധീനം എന്തൊക്കെയാണ്, വുമൺസിൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാൻറ്റർബറി ടൈൽ ആ ഒരു യാത്രയെക്കുറിച്ച്, ആ ഒരു പിൽഗ്രിമേജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയാം. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ ഹാംലെറ്റിൻ്റെ സോളിലോക്കിനെ കുറിച്ച് എഴുതാൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെയുള്ള ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എക്സ്പ്ലോർ ദ ഫങ്ഷൻ ഓഫ് ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി. സോ ഇത്തരം ഫങ്ഷൻ ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി ആ ഒരു നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ബ്ലോക്കാണത്. അപ്പോൾ ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിലും കൂടി എഴുതാൻ പറ്റും. എന്താണ് ലിറ്ററേച്ചറും സൊസൈറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതിൽ ആ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് മിക്കവാറും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാം. കുബ്ല ഖാൻ ഈസ് റിമാർക്കബിൾ ഫോർ ഇറ്റ്സ് ഇമേജറി ആൻഡ് ഡ്രീമി റെൻഡിഷൻ ഓഫ് ദ ലാൻഡ്സ്കേപ്പ് ആൻഡ് കണ്ടൻറ്റ്. എലൂസിഡേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. എലൂസിഡേറ്റ് എന്ന് പറഞ്ഞാൽ കുബ്ല ഖാൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സിലബസിലാണ്. അപ്പോൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് ഒരു പക്ഷേ ഡോവർ ബീച്ചോ അതല്ലെങ്കിൽ സ്പെൻസറിൻ്റെ എപ്പിത്തലാമിനോ അതല്ലെങ്കിൽ നമുക്ക് ഈസ്റ്റർ 1916 ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിലുള്ള ഇപ്പോൾ കുബ്ല ഖാനിൽ വരുന്ന ഡോവർ ബീച്ചിൽ വരുന്ന മെറ്റഫേഴ്സും ഇമേജറീസിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈസ്റ്റർ 1960 അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് മോണലോഗ് അതിനെക്കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിലുള്ള ഇമേജറീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഈസ്റ്റർ 1960 ഇമേജറീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അതല്ലെങ്കിൽ എങ്ങനെയാണ് സ്പെൻസർ തൻ്റെ മാരേജിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസ്സേ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത്തരത്തിലൊക്കെയാണ് നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. സോ എല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഇങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടാൻ മറക്കരുത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് സെക്ഷൻ എ എന്നിട്ടിട്ട് 1, 2, 3 എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ തെറ്റാതെ എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ എഴുതിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഏരിയ ആണെന്നുള്ളത് സെക്ഷൻ സി ആണെങ്കിൽ സെക്ഷൻ സി എന്ന് എഴുതുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് എഴുതി വെക്കുക കേട്ടോ. അത് നിങ്ങൾ മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ, എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ആ നമ്പർ തെറ്റിപ്പോയാലും നിങ്ങളുടെ എക്സാമിനുള്ള മാർക്ക് നഷ്ടപ്പെട്ടു പോവും. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തുടക്കം നന്നാക്കി എഴുതുക, നല്ല കൈയക്ഷരത്തിൽ എഴുതുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനെ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഷോർട്ടായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയാനുള്ളത്. ബട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ എല്ലാ ഏരിയാസും നന്നായിട്ട് പഠിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും സമയം കിട്ടിയില്ല എന്ന് വരികയെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 or 2 യൂണിറ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഏരിയാസ് നിങ്ങൾക്ക് തറവായിട്ട് പഠിക്കാം. അത് ഏത് സ്കിപ്പ് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തെറ്റില്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.